വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ ലോകത്തിനെ എന്നേക്കുമായി രൂപാന്തരപ്പെടുത്തുന്ന എന്തെങ്കിലും ഭൂമിയിൽ സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ 450 കോടി വർഷങ്ങൾക്കിടയിൽ ഭൂമി ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ചിലത് ഭൂഖണ്ഡങ്ങളെ പുനർനിർമ്മിച്ചു, ചിലത് അന്തരീക്ഷത്തിനെ പരിവർത്തനം ചെയ്തു, ചിലത് ഭൂമിയിലെ സകല ജീവനെയും ഏതാണ്ട് പൂർണ്ണമായും തുടച്ചുമാറ്റി. പക്ഷെ അവയിൽ ഏതായിരുന്നു ഏറ്റവും പ്രധാനം? ഭൂമിയുടെ ചരിത്രത്തിൽ നിന്നും എന്തെങ്കിലും ഒരു സന്ദർഭം തുടച്ചുമാറ്റിയാൽ അതിലേതായിരിക്കും മനുഷ്യരെ പൂർണ്ണമായും അപ്രത്യക്ഷമാക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ഇന്ന് ഭൂമിയുടെ കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ്. നമ്മുടെ നിലനിൽപ്പിന് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഏതായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. മനുഷ്യരുടെ നിലനിൽപ്പിന് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഏതായിരുന്നുവെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഉൽക്കാപതനമായിരിക്കും. 16 കോടി വർഷങ്ങളിൽ കൂടുതൽ കാലം ഭൂമി അടക്കി ഭരിച്ചിരുന്ന ദിനോസറുകളെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞ ഒരു മഹാവംശനാശമായിരുന്നു അത്. ഈ ഉൽക്ക വന്ന് പതിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ മനുഷ്യരാശി ഭൂമിയിൽ ഉടലെടുക്കുക പോലുമില്ലായിരുന്നു. കാരണം ഉൽക്ക വരുന്നതിന് മുന്നേ, അതായത് ഡൈനോസേഴ്സിന്റെ കാലത്തിൽ സസ്തനികൾ എന്നത് തീരെ ചെറിയ ജീവികളായിരുന്നു. ഭൂരിപക്ഷം സസ്തനികൾക്കും ഇന്നത്തെ എലിയുടെ അത്ര വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും വലിയ സസ്തനിക്ക് പോലും ഇന്നത്തെ കുറുനരിയേക്കാൾ വലിപ്പം കുറവായിരുന്നു. ഒളിച്ചും പാത്തും ഡൈനോസേഴ്സിന്റെ നിഴലുകളിലാണ് ഇവ ജീവിച്ചിരുന്നത്. ഇത് കരയിലെ മാത്രം കാര്യമല്ല, ആകാശത്തിലാണെങ്കിൽ ടെറോസോഴ്സ് എന്ന മറ്റൊരു വിഭാഗം ഉരകജീവികൾ ഉണ്ടായിരുന്നു. സമുദ്രത്തിൽ മൊസാസൗർസ്, പ്ലസിയോസൗർസ്, പ്ലയോസൗർസ്, ഇക്തിയോസൗർസ് എന്നിങ്ങനെ നിരവധി രാക്ഷസ ജീവികൾ ഉണ്ടായിരുന്നു. ഇവയെല്ലാം കാരണം ഒരു ആവാസ വ്യവസ്ഥയിലും സസ്തനികൾക്ക് കൂടുതൽ വൈവിധ്യമായി പരിണമിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഉൽക്ക വന്ന് പതിച്ചപ്പോൾ പഴയ രാജാക്കന്മാരെല്ലാം നശിച്ചുപോയി. അവയുടെ സ്ഥാനങ്ങൾ മുഴുവൻ ഒഴിഞ്ഞുകിടന്നു. ഈ സ്ഥാനങ്ങളിൽ അതിജീവിച്ച സസ്തനികൾ കയറിപ്പറ്റി. അതിനുശേഷമാണ് സസ്തനികൾ വൈവിധ്യമായി പരിണമിക്കാൻ തുടങ്ങിയത്. ചിലത് സമുദ്രങ്ങളിലേക്ക് ഇറങ്ങുകയും കാലക്രമേണ തിമിംഗലങ്ങളായി മാറുകയും ചെയ്തു. ചിലത് ആകാശത്തിൽ പറക്കുന്ന രീതിയിൽ പരിണമിച്ചു. പല കോടി വർഷങ്ങൾക്ക് ശേഷം കരയിലെ ഒരു സസ്തനി വർഗം പ്രൈമേറ്റ്സ് ആയി മാറി. കാലക്രമേണ ഇവയിൽ നിന്നുമാണ് മനുഷ്യരുണ്ടായത്. ഉൽക്ക വന്ന് പതിക്കാതിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ദിനോസറുകൾ ഇപ്പോഴും ലോകം ഭരിച്ചേനെ. ടെറോസോറുകൾ ഇപ്പോഴും ആകാശം ഭരിച്ചേനെ. മൊസാസൗറും പ്ലസിയോസൗറും പോലെയുള്ള രാക്ഷസ ജീവികൾ ഇപ്പോഴും സമുദ്രങ്ങൾ ഭരിച്ചേനെ. ഇങ്ങനൊരു ലോകത്തിൽ സസ്തനികൾക്ക് ഒരിക്കലും വലിയ ജീവികളായി മാറാൻ സാധിക്കില്ല. ഇപ്പോഴും എലികളെ പോലെ ചെറിയ ജീവികളായി തന്നെ തുടരുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയുടെ ചരിത്രത്തിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായി മാറിയ സംഭവം ഒരുപക്ഷെ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഉൽക്കാപതനമാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. എന്നാൽ കൂടുതൽ പുരാതന കാലത്തിലേക്ക് പോയാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കാണാം. ഏകദേശം 54 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള ഭൂമി ഇന്നത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. സൂക്ഷ്മജീവികളല്ലാതെ അന്നേ വരെ കരയിൽ വേറെ ഒരു തരത്തിലുമുള്ള ജീവനും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ലോകം ശരിക്കും ഒരു അന്യഗ്രഹം പോലെ തന്നെ നമുക്ക് തോന്നും. കരഭാഗം മുഴുവൻ പൂർണ്ണമായ മരുഭൂമികളായിരുന്നു. സമുദ്രങ്ങളിലും യഥാർത്ഥത്തിൽ അധികം ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല. മീനുകൾ, സ്രാവുകൾ, ഉരകവർഗ്ഗങ്ങൾ അങ്ങനെ ഒന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല. അന്നേ വരെ ലോകം ഭരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ സൂക്ഷ്മജീവികളാണ്. എന്നാൽ കാംബ്രിയൻ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ, അതായത് 54 കോടി വർഷങ്ങൾക്ക് മുന്നേ, നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരിണാമ സംഭവങ്ങളിൽ ഒന്നിന് ഭൂമി സാക്ഷ്യം വഹിച്ചു. അതാണ് കാംബ്രിയൻ എക്സ്പ്ലോഷൻ. ഏറ്റവും നിസ്സാരമായിട്ട് പറഞ്ഞാൽ 100 കോടി വർഷങ്ങളിലേറെയായി സമുദ്രങ്ങളിൽ ലളിതമായ രീതിയിൽ കാണപ്പെട്ട ജീവൻ വളരെ പെട്ടെന്ന് സങ്കീർണമായി വൻതോതിൽ വൈവിധ്യമായ ജീവികളായി പരിണമിക്കാൻ തുടങ്ങി. അതാണ് കാംബ്രിയൻ എക്സ്പ്ലോഷൻ. വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞെങ്കിലും ശരിക്കും ഏതാണ്ട് 2 കോടി വർഷങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതായത് 54 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 52 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ. എന്നിരുന്നാലും ഭൂശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 2 കോടി വർഷങ്ങൾ എന്നത് നമ്മുടെ വെറും ഒരൊറ്റ ദിവസം പോലെയാണ്. അതുകൊണ്ടാണ് ഈ സംഭവത്തിനെ കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു വിസ്ഫോടനത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ വളരെ വേഗത്തിലാണ് ജീവിവർഗങ്ങൾ വൈവിധ്യമായി പരിണമിച്ചത്. കാംബ്രിയൻ എക്സ്പ്ലോഷൻ കഴിഞ്ഞപ്പോഴേക്കും സമുദ്രങ്ങൾ മുഴുവൻ ജീവജാലങ്ങൾ കൊണ്ട് നിറഞ്ഞു. കട്ടിയുള്ള പുറംതോടുള്ളവ, ശക്തമായ താടിയെല്ലുള്ളവ, കൂർത്ത നഖങ്ങളുള്ളവ, സങ്കീർണമായ കണ്ണുകളുള്ളവ, അങ്ങനെ പലതരം ജീവിവർഗങ്ങൾ അപ്പോഴാണ് ഉടലെടുത്തത്.
സൂക്ഷ്മജീവികളെ മാറ്റി നിർത്തിയാൽ നമ്മൾ കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള ഭൂരിപക്ഷം ഫോസിൽസും യഥാർത്ഥത്തിൽ കാംബ്രിയൻ എക്സ്പ്ലോഷനിൽ നിന്നുമുള്ളവയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാംബ്രിയൻ എക്സ്പ്ലോഷന് മുന്നേ കഠിനമായ ശരീരഭാഗങ്ങളുള്ള ജീവികൾ വളരെ അപൂർവമായിരുന്നു. ഏതാണ്ട് എല്ലാ ജീവികൾക്കും വളരെ സോഫ്റ്റായ ശരീരമായിരുന്നു. എന്നാൽ കാംബ്രിയൻ എക്സ്പ്ലോഷനോടെയാണ് കഠിനമായ ശരീരഭാഗങ്ങൾ സാധാരണമായത്. കാംബ്രിയൻ എക്സ്പ്ലോഷന് ശേഷമാണ് യഥാർത്ഥത്തിൽ സങ്കീർണമായ ആവാസ വ്യവസ്ഥകളുണ്ടായത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നിരവധി ജീവിവർഗങ്ങളുടെയും ഉത്ഭവം ശരിക്കും കാംബ്രിയൻ എക്സ്പ്ലോഷനിൽ നിന്നുമാണ്. ഉത്ഭവം എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇത് ഫോസിൽ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ഉത്ഭവമാണ്. ഇതിലെ പല ജീവിവർഗങ്ങളും ചിലപ്പോൾ അതിനു മുന്നേ തന്നെ ഉണ്ടായതായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും അവ ഇന്നത്തെ രീതിയിൽ പരിണമിച്ചത് തീർച്ചയായും കാംബ്രിയൻ എക്സ്പ്ലോഷൻ കാരണമാണ്. കാംബ്രിയൻ എക്സ്പ്ലോഷൻ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ മീൻ വർഗ്ഗങ്ങൾ ഒരിക്കലും പരിണമിക്കില്ലായിരുന്നു. പക്ഷേ മീനിൽ നിന്നുമാണ് ആദ്യത്തെ ടെട്രാപോഡ്സും അതിൽ നിന്ന് പിന്നീട് റെപ്റ്റൈൽസും പിന്നീട് മാമൽസും ഒക്കെ പരിണമിച്ചത്. അതിനാൽ മീനില്ലാതെ ഒരിക്കലും മനുഷ്യനുണ്ടാകില്ലായിരുന്നു. ഇനി ഒരുപക്ഷെ കാംബ്രിയൻ എക്സ്പ്ലോഷൻ ഇല്ലാതെ മീൻ വർഗ്ഗങ്ങൾ പരിണമിച്ചാലും അതിന് വീണ്ടും ഒരുപാട് കാലമെടുത്തേനെ. അപ്പോഴും മനുഷ്യവർഗത്തിന് രൂപം കൊള്ളാൻ കഴിയില്ല. കാരണം അങ്ങനെ വൈകിയിരുന്നെങ്കിൽ അവയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും വർഗ്ഗങ്ങൾ പരിണമിക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കാംബ്രിയൻ എക്സ്പ്ലോഷൻ ഇല്ലാതെ ഒരിക്കലും മനുഷ്യവർഗം പരിണമിക്കില്ലായിരുന്നു. പരിണമിച്ചാൽ പോലും അത് തീർച്ചയായും ഇന്നത്തെ പോലെ ആകില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയുടെ ചരിത്രത്തിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായി മാറിയ സംഭവം കാംബ്രിയൻ എക്സ്പ്ലോഷൻ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇനിയും കൂടുതൽ പുരാതന കാലത്തിലേക്ക് പോയാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കാണാൻ കഴിയും. ആദിമകാലത്തിൽ ഭൂമിയിൽ ഏകകോശ ജീവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 100 കണക്കിന് കോടി വർഷക്കാലം ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ ഏതാണ്ട് 200 കോടി വർഷങ്ങൾക്ക് മുന്നേ തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ചു. ഒരു വലിയ കോശം മറ്റൊരു ചെറിയ കോശത്തിനെ വിഴുങ്ങി. എന്നാൽ ചെറിയ കോശം ഡൈജസ്റ്റ് ആകാതെ ഉള്ളിൽ അതിജീവിച്ചു. ഒരുപാട് ജനറേഷൻസ് കഴിഞ്ഞപ്പോൾ അവ രണ്ടും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് പരിണമിച്ചു. ഉള്ളിലുള്ള ചെറിയ കോശം ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന എൻജിൻ പോലെയായി മാറി. അതേസമയം പുറത്തുള്ള വലിയ കോശം ചെറിയ കോശത്തിന് ആവശ്യമായ സംരക്ഷണവും റിസോഴ്സസും ഒക്കെ നൽകി. കാലക്രമേണ ഒന്നിന് മറ്റൊന്നില്ലാതെ അതിജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തി. ഇങ്ങനെ അധികമായി ഊർജം ലഭിക്കാൻ തുടങ്ങിയത് കാരണം ഈ കോശങ്ങൾക്ക് കൂടുതൽ വലിപ്പം വയ്ക്കാനും ന്യൂക്ലിയസ് പോലെയുള്ള ആന്തരിക ഘടനകൾ വികസിപ്പിക്കാനും സാധിച്ചു. ഇങ്ങനെയാണ് ആദ്യമായി സങ്കീർണമായ ഏകകോശങ്ങൾ ഉത്ഭവിച്ചത്. സങ്കീർണമായതോടെ ഈ കോശങ്ങൾക്ക് പിന്നെ കൃത്യമായി വിഭജിക്കാൻ പറ്റാതെയായി. അതായത് വിഭജിക്കുന്ന കോശങ്ങൾ വേർപെട്ട് പോകാതെ ഒരുമിച്ച് ചേർന്ന് തന്നെ നിന്നു. കാലക്രമേണ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടമായി നിന്ന കോശങ്ങൾ അവയുടെ ജോലികൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ആദ്യമായി മൾട്ടി സെല്ലുലാർ ജീവൻ ഉത്ഭവിച്ചത്. ഫോസിൽ രേഖകൾ പ്രകാരം ഏതാണ്ട് 160 കോടി വർഷങ്ങൾക്ക് മുൻപാണ് മൾട്ടി സെല്ലുലാർ ജീവൻ ഉത്ഭവിച്ചത്. 200 കോടി വർഷങ്ങൾക്ക് മുന്നേ ഒരു കോശം മറ്റൊന്നിന്റെ ഉള്ളിലാകാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും സങ്കീർണമായ കോശങ്ങൾ രൂപം കൊള്ളില്ലായിരുന്നു. സങ്കീർണമായ കോശങ്ങളില്ലാതെ മൾട്ടി സെല്ലുലാർ ജീവൻ ഉണ്ടാകില്ല. എങ്കിൽ ഇന്ന് സൂക്ഷ്മജീവികളല്ലാതെ ഭൂമിയിൽ മറ്റൊരു ജീവനും കാണാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഭൂമിയുടെ ചരിത്രത്തിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായി മാറിയ സംഭവം സങ്കീർണമായ കോശങ്ങളുടെ പരിണാമമാണോ? വേണമെങ്കിൽ അങ്ങനെ കരുതാം. എന്നാൽ ഈ അവിശ്വസനീയമായ പാർട്ട്ണർഷിപ്പിന് പണ്ടൊരു കാലത്ത് ഭൂമിയിലില്ലായിരുന്ന ഒന്ന് വളരെ അത്യാവശ്യമായിരുന്നു. അതാണ് ഓക്സിജൻ. ഇന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എല്ലായിടത്തും ഓക്സിജൻ ഉണ്ട്. എന്നാൽ ഭൂമിയുടെ ചരിത്രത്തിൽ പകുതിയോളം കാലം വരെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഏകദേശം പൂർണ്ണമായും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലേക്ക് പോയാൽ നമ്മൾ ശ്വാസം കിട്ടാതെ മരിച്ചു പോകും. എന്നാൽ അന്നുണ്ടായിരുന്ന സൂക്ഷ്മജീവികൾക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം അവയ്ക്ക് ജീവിക്കാൻ ഓക്സിജന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നതിലുപരി അന്നത്തെ ഭൂരിപക്ഷം സൂക്ഷ്മജീവികൾക്കും ഓക്സിജൻ വളരെ മാരകമായ വിഷമായിരുന്നു. എന്നാൽ ഏകദേശം 300 കോടി വർഷങ്ങൾക്ക് മുന്നേ സയാനോ ബാക്ടീരിയ എന്നറിയപ്പെടുന്ന സൂക്ഷ്മജീവി ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പരിണമിച്ചു. അതായത് സൂര്യപ്രകാശത്തിനെ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിൽ നിന്നും ജലത്തിൽ നിന്നും പോഷണം വലിച്ചെടുക്കുകയും ശേഷം വേസ്റ്റായി ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യുന്ന പ്രക്രിയ. ഇതിനു ശേഷമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പതിയെ ഓക്സിജൻ കൊണ്ട് നിറയാൻ തുടങ്ങിയത്. ഈ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ ഏകദേശം എല്ലാ ജീവനും നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ ചരിത്രത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായി മാറിയ സംഭവം ഓക്സിജനിക് ഫോട്ടോസിന്തസിസിന്റെ ഉത്ഭവമാണെന്ന് പറയാം. പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൂടെയുണ്ട്. അതാണ് ജീവന്റെ ഉത്ഭവം.
380 കോടി മുതൽ 350 കോടി വർഷങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തിലാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉത്ഭവിച്ചത്. അതെങ്ങനെ സംഭവിച്ചു എന്നത് ഇന്നും നമുക്ക് കൃത്യമായി ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. എങ്ങനെയാണെങ്കിലും അന്ന് ജീവൻ ഉത്ഭവിക്കാതിരുന്നെങ്കിൽ പിന്നെ ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. ഏകകോശ ജീവികൾ, മൾട്ടി സെല്ലുലാർ ജീവികൾ, ഫോട്ടോസിന്തസിസ്, ഓക്സിജൻ, സസ്യജാലങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ, അങ്ങനെ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ജീവന്റെ ഉത്ഭവമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാം. പക്ഷേ ഭൂമിയുടെ ചരിത്രത്തിൽ നമ്മുടെ നിലനിൽപ്പിന് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമുണ്ട്. ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുന്നേ, അതായത് നമ്മുടെ സൗരയൂഥം രൂപം കൊണ്ട സമയം, സൗരയൂഥം മുഴുവൻ വളരെ കെയോട്ടിക് ആയിരുന്നു. സൗരയൂഥത്തിലെ വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് പതിവായിരുന്നു. പുതുതായി രൂപം കൊണ്ട എല്ലാ നക്ഷത്ര വ്യൂഹങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതുപോലെ നമ്മുടെ ഭൂമിയിൽ ഏതാണ്ട് മാഴ്സിന്റെ അത്ര വലിപ്പമുള്ള തിയ എന്നൊരു ഗ്രഹം വന്നിടിച്ചു. അതിന്റെ വലിയൊരു ശതമാനവും ഭൂമിയുമായി കൂടിച്ചേർന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 ഗ്രഹങ്ങളിൽ നിന്നും കുറെ പദാർത്ഥങ്ങൾ ബഹിരാകാശത്തിലെത്തി. അത് മുഴുവൻ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരുന്നു. ഈ വലം വെച്ചുകൊണ്ടിരുന്ന പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നാണ് നമ്മുടെ ചന്ദ്രൻ രൂപം കൊണ്ടത്. ഇങ്ങനെ ചന്ദ്രൻ ഉണ്ടാകാതിരുന്നെങ്കിൽ ഭൂമി ഇന്നത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നേനെ. എന്തെന്നാൽ ഭൂമിയുടെ ചരിവിനെ സ്റ്റേബിൾ ആക്കി നിർത്തുന്നത് ചന്ദ്രന്റെ ഗ്രാവിറ്റിയാണ്. അതില്ലായിരുന്നെങ്കിൽ ഭൂമി തീവ്രമായി ഉലഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത് കാരണം മാരകമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചേനെ. അനന്തരഫലമായി ആവാസ വ്യവസ്ഥകളൊന്നും സുസ്ഥിരമായി നിലനിൽക്കാതെയാകും. കൃത്യമായ ആവാസ വ്യവസ്ഥകളില്ലാതെ പരിണാമവും അൺസ്റ്റേബിൾ ആകും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും സങ്കീർണമായ ജീവൻ പരിണമിക്കില്ലായിരുന്നു. സങ്കീർണമായ ജീവൻ പരിണമിച്ചാൽ പോലും അവയ്ക്ക് അധികകാലം അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു. ഇനി അഥവാ അതിജീവിച്ചാലും അത്തരമൊരു ജീവൻ തികച്ചും വ്യത്യസ്തമായി പരിണമിച്ചേനെ. അപ്പോഴും മനുഷ്യരാശി ഉണ്ടാകില്ലായിരുന്നു. അതുമാത്രമല്ല, തിരമാലകളും ടൈഡൽ സോൺസും ഒക്കെ ഉണ്ടാകുന്നത് പ്രധാനമായും ചന്ദ്രൻ കാരണമാണ്. സമുദ്രത്തിൽ നിന്നും ജീവൻ കരയിലേക്ക് വന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ടൈഡൽ സോൺസ്. അതുകൊണ്ട് തന്നെ ചന്ദ്രനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവൻ ഒരിക്കലും കരയിലേക്ക് വരില്ലായിരുന്നു. അഥവാ വന്നാലും അതിന് വീണ്ടും ഒരുപാട് കാലം വേണ്ടി വന്നേനെ. അപ്പോഴും പരിണാമം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ സംഭവിക്കുമായിരുന്നു. അതിനാൽ മനുഷ്യരാശി ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ നിലനിൽപ്പിന് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ചന്ദ്രൻ രൂപം കൊണ്ട നിമിഷമായിരുന്നു. ഈ പറഞ്ഞ ഓരോ ഘട്ടവും പരിണാമത്തിനെ മനുഷ്യനിലേക്ക് എത്തിച്ച വളരെ പ്രധാനപ്പെട്ട വഴിത്തിരിവുകളായിരുന്നു. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കാതിരുന്നെങ്കിലും ഇന്ന് ലോകത്തിൽ മനുഷ്യരുണ്ടാകുമായിരുന്നില്ല. കോടിക്കണക്കിന് വർഷങ്ങളായി പ്രകൃതി ഒരുക്കിയ ഒരു മഹാത്ഭുതത്തിന്റെ ഫലമാണ് മനുഷ്യൻ. യഥാർത്ഥത്തിൽ ഭൂമിയുടെ ചരിത്രത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നിനെ മാത്രമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ആദ്യ ജീവന്റെ തുടക്കമോ, ചന്ദ്രന്റെ ജനനമോ, ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായ ഉൽക്കാപതനമോ, അങ്ങനെ ഇതിലേതെങ്കിലും ഒരു കണ്ണി നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഭൂമിയുടെ കഥ മറ്റൊന്നാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തിരയാനും ഈ വീഡിയോ കാണാനും നാം ഉണ്ടാകുമായിരുന്നില്ല.